ഇത് ഒരു പീനട്ട് ബട്ടറിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. കുറേ കാലമായി വിചാരിക്കുന്നു പീനട്ട് ബട്ടറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. കമൻസിലും കുറേ പീനട്ട് ബട്ടറിൻ്റെ വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ പീനട്ട് ബട്ടർ എന്താണ്, ഇത് ഹെൽത്തി ആണോ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, നിങ്ങളിത് വാങ്ങുകയാണോ ചെയ്യേണ്ടത് അതോ വീട്ടിലുണ്ടാക്കുകയാണോ വേണ്ടത്, ഇത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമോ, എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമോ, ഇത് ദിവസം കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പോസിബിൾ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി പീനട്ട് ബട്ടർ എന്താണെന്ന് പറയാം. ഇത് പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സ്പ്രെഡായിട്ടാണ് നമ്മൾ വേൾഡ് വൈഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയിലോ ബ്രെഡിലോ എന്ത് തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ടോ അല്ലാതെയോ കഴിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങളും വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നതും. ഇത് ഉണ്ടാക്കുന്നത് പീനട്ട്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിലക്കടല. അധികവും റോസ്റ്റഡ് പീനട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വീട്ടിലും അത് വറുത്തിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട്സ് ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുന്നതിനാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ ഇതിൽ ബട്ടർ വേറെ തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യാറില്ല. പക്ഷേ ചില പ്രിപ്പറേഷൻസിൽ അങ്ങനെയും കിട്ടാറുണ്ട്. പീനട്ട് ബട്ടറിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പീനട്ട്സ് ആയതുകൊണ്ട് തന്നെ അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവും. പ്രോട്ടീൻസിൻ്റെ കൂടെ മറ്റു പലതരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഇതേപോലെ ബോട്ടിലിൽ കിട്ടുന്ന പീനട്ട് ബട്ടർ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുകയാണെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. അത് വായിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം. കാരണം അധിക പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന കമ്പനികളും ഇതിൽ പീനട്ടിൻ്റെ കൂടെ ആവശ്യത്തിലും കൂടുതൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ തന്നെ പല പേരിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. സോഡിയത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ട്രാൻസ് ഫാറ്റ് അഥവാ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, അതും പല പേരിലായിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല ഇൻഗ്രീഡിയൻസും നമുക്ക് അൺഹെൽത്തിയാണ്. സാധാരണ പീനട്ട് ബട്ടറിൻ്റെ ബ്രാൻഡിനേക്കാളും കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പീനട്ട് ബട്ടറും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത്തരത്തിലുള്ള പീനട്ട് ബട്ടർ തന്നെയാണോ വാങ്ങിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ലേബിൾ വായിച്ച് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിലും പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. പീനട്ട്സ് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സറിലോ ഫുഡ് പ്രോസസ്സറിലോ അത് ബ്ലെൻഡ് ചെയ്യാം. മോഡറേറ്റ് അളവിൽ അതിൽ വേണമെങ്കിൽ ഷുഗറും ആഡ് ചെയ്യാം, സോൾട്ടും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പീനട്ട് ബട്ടർ റെഡിയാണ്. പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ റെസിപ്പീസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാം. ഇനി വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം. പക്ഷേ വാങ്ങിക്കുമ്പം എന്തുകൊണ്ടാണ് ലേബിൾ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയാം. ഇത് പോപ്പുലർ ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടറിൻ്റെ ബ്രാൻഡാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ പറയുന്നത് റോസ്റ്റഡ് പീനട്ട്സ് 71% ഉണ്ടെന്നാണ്. രണ്ടാമത്തെ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷുഗറാണ്. പക്ഷേ അത് എത്രയാണെന്ന് ഇവർ പറയുന്നില്ല. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് റിഫൈൻഡ് ഗ്രൗണ്ട്നട്ട് എഡിബിൾ ഓയിലാണ്. അത് ഒരു തരത്തിലുള്ള വെജിറ്റബിൾ ഓയിലാണ്. ഇതിൽ ഹണി 4.2% ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇവർ പറയുന്നത് 100% വെജിറ്റേറിയൻ ആണെന്നാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സ്റ്റെബിലൈസേഴ്സ് ആണ്. പലതരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ പ്രോഡക്റ്റ് സ്റ്റേബിളായി കുറേ വർഷം നിൽക്കാൻ. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവർ പറയുന്നത് 1 വർഷമാണ്. എല്ലാ ദിവസവും സ്റ്റെബിലൈസേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മളുടെ ബോഡീൻ്റെ ഉള്ളിൽ കയറുന്നതും നല്ലതല്ല. അയോഡൈസ്ഡ് സോൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എഡിബിൾ മൊളാസസ് പറയുന്നുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കാരമലാണ്. ഇതും ഷുഗറിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഷുഗറിൻ്റെ മറ്റൊരു പേരെന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചസാര ചൂടാക്കുകയാണെങ്കിൽ കാരമലാണ് കിട്ടുന്നത്. അടുത്തത് ഇതിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഫൈൽ നമുക്ക് നോക്കാം. ഓരോ സെർവിങ്ങിൽ എത്ര എനർജി ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്. ഒരു സെർവിങ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് 30 ഗ്രാം എന്നാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ എടുക്കുന്ന സ്പൂണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മാറാം. അങ്ങനെ 30 ഗ്രാമിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 180 കിലോ കാലറീസ് ആണ്. അത് 100 ഗ്രാമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 600 കിലോ കാലറീസ് ഉണ്ടാവും. ഇനി ഒരൊറ്റ സെർവിങ്, അതായത് 30 ഗ്രാം പീനട്ട് ബട്ടറിൽ പറയുന്ന പ്രോട്ടീൻ്റെ അളവ് 6.3 ഗ്രാമാണ്. പ്രോട്ടീന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പീനട്ട് ബട്ടർ കഴിക്കുന്നതെങ്കിൽ ഇതിനേക്കാളും നല്ലത് വേ പ്രോട്ടീൻ ഐസൊലേറ്റ്സ് ഒക്കെ എടുക്കുന്നതാണ്. ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ 30 ഗ്രാം വേ പ്രോട്ടീനിൽ കിട്ടുന്നത് 25 ഗ്രാം പ്രോട്ടീനാണ്. 30 ഗ്രാം നിലക്കടല റോസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലും ഏകദേശം 6-7 ഗ്രാം പ്രോട്ടീൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു സെർവിങ്ങിൽ 10 ഗ്രാമിൻ്റെ അടുത്ത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ടോട്ടൽ ഷുഗർ എന്ന് പറയുന്നത് 6.6 ഗ്രാം ആണ്. ഇതുകൂടാതെ ആഡഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഷുഗർ അത് 5.6 ഗ്രാം ഉണ്ട്. ഇത് ഒരു ദിവസം മാക്സിമം ഒരു അഡൽട്ട് കഴിക്കേണ്ടത് 25 ഗ്രാമിൻ്റെ താഴേക്കാണ്. കുട്ടികൾക്ക് 15 ഗ്രാമിൻ്റെ താഴേക്കും. അപ്പോൾ കുട്ടികൾ ഒരു ദിവസം 2 സെർവിങ്ങിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ആവശ്യത്തിലും കൂടുതലുള്ള ആഡഡ് ഷുഗർ അവരുടെ ബോഡിയിലെത്തി. ആഡഡ് ഷുഗർ ബോഡിയിൽ എത്ര കൂടുതൽ എത്തുന്നോ അതിനനുസരിച്ചിട്ടാണ് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. പൊണ്ണത്തടിയും ഡയബറ്റീസും മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ആഡഡ് ഷുഗർ കൊണ്ടാണ് വരുന്നത്. ഫൈബറിൻ്റെ അളവ് 1.8 ഗ്രാം ആണ് ഒരൊറ്റ സെർവിങ്ങിൽ. 13 ഗ്രാമിൻ്റെ അടുത്ത് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്.
ഈ ഫാറ്റ്സിൽ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് 3 ഗ്രാമിൻ്റെ താഴെ, ഏറ്റവും കൂടുതലുള്ളത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് 7.2 ഗ്രാമും 3.5 ഗ്രാമിൻ്റെ അടുത്താണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളത്. ഈ പ്രോഡക്റ്റിൽ ഭാഗ്യത്തിന് ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്, 0 എന്നാണ്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. 101 മില്ലിഗ്രാം സോഡിയമാണ് ഒരു സെർവിങ്ങിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് പീനട്ട് ബട്ടറിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി പറയാം. നല്ല ക്വാളിറ്റി ഉള്ള പീനട്ട് ബട്ടർ നിങ്ങൾ ഒന്നുകിൽ വീട്ടിലുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കഴിക്കുന്നതിനനുസരിച്ച്, അതും മോഡറേറ്റ് അളവിൽ, എല്ലാ ദിവസവും അല്ല, അത് മോഡറേറ്റ് അളവിൽ ഒരു സെർവിങ് വരെ, അതായത് 30 ഗ്രാം വരെയൊക്കെ ഒരു ദിവസം കഴിക്കുകയാണ്, ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടാവാം. എല്ലാ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ പീനട്ട് ബട്ടർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം പീനട്ടിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള വിറ്റാമിൻസും പീനട്ട് ബട്ടറിൻ്റെ രൂപത്തിൽ അത് കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ചില ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻ ഇ, മാംഗനീസ്, omega-6 ഫാറ്റി ആസിഡ്സ്, നിയാസിനും റൈബോഫ്ലാവിനും. മെഗ്നീഷ്യവും കോപ്പറും പീനട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്. ആഡഡ് ഷുഗറൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി പീനട്ട് ബട്ടർ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ആവാൻ ചാൻസസ് ഇല്ല. പോരാത്തതിന് പീനട്ട് ബട്ടറിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് അത് കാർഡിയോ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനും ബോണിൻ്റെ ഹെൽത്തിനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. പബ്മെഡിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എല്ലാ ദിവസവും പീനട്ട്സ് കഴിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് 38% കുറവായിരിക്കുന്നതാണ്. അതുമാത്രമല്ല മോർട്ടാലിറ്റി, ഓൾ കോസ് മോർട്ടാലിറ്റി ആണ് പറയുന്നത്. അതായത് മരണം ഉണ്ടാക്കുന്ന എല്ലാ കാരണങ്ങളും കൂടി ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അതും 21% കുറവായിരിക്കും എല്ലാ ദിവസവും പീനട്ട്സ് കഴിക്കുന്നവർക്ക്. പീനട്ട് ബട്ടർ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസോസിയേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റഡീസ് ഇനിയും നടത്തിയിട്ടില്ല. പീനട്ട് ബട്ടർ കഴിക്കുന്നവർക്ക് മോർട്ടാലിറ്റി കുറയ്ക്കാൻ ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പീനട്ട് ബട്ടറിനെ കൊണ്ട് ഹാർട്ടിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒലീക് ആസിഡ് എന്ന് പറഞ്ഞ ഫാറ്റി ആസിഡ് കാരണം നമ്മളുടെ രക്തത്തിലുള്ള ലിപ്പിഡ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പീനട്ട് ബട്ടറിൽ omega-6 ഫാറ്റി ആസിഡ്സും ഉണ്ട്, അതും ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ omega-3ൻ്റെയും omega-6ൻ്റെയും കറക്റ്റ് റേഷ്യോ ആണ് ഹാർട്ടിന് കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരേ അളവിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം എന്നുള്ള രീതിയിലേക്കാളും മോഡറേറ്റ് അളവിൽ വല്ലപ്പോഴും ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. മറ്റൊരു സ്റ്റഡിയിൽ പറയുന്നത് പീനട്ട് ബട്ടർ കഴിക്കുന്നവർക്ക് ഡയബറ്റീസ് വരുന്നതിൻ്റെ റിസ്ക്കും കുറച്ച് നിർത്താൻ പറ്റുന്നതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ചസൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പീനട്ട് ബട്ടറും ക്യാൻസർ പ്രിവെൻഷനും തമ്മിലുള്ള ബന്ധമാണ്. പീനട്ട് ബട്ടറിന് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് കാരണമാണ്. പ്രത്യേകിച്ചും ക്യുമാരിക് ആസിഡ്, വൈറ്റമിൻ ഇയും വൈറ്റമിൻ ബിയും മാംഗനീസും. നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ആണ്, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. പീനട്ട് ബട്ടർ കഴിക്കുന്നവർക്ക് ഡയറക്റ്റ്ലി വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നില്ലെങ്കിലും വെയിറ്റ് കൂടില്ല എന്ന് പല സ്റ്റഡീസിലും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും മോഡറേഷൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. എത്ര അളവിലാണ് പീനട്ട് ബട്ടർ കഴിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എല്ലാ ദിവസവും പീനട്ട് ബട്ടർ കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പീനട്ട് ബട്ടർ എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് ഉണ്ടാവാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് പ്രധാനമായിട്ടും കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻസിലാണ് ഉണ്ടാകുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ, അതും ഇൻഗ്രീഡിയൻസിൻ്റെ ലേബിളൊന്നും വായിച്ചു നോക്കാതെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാരണം ഇത്തരത്തിലുള്ള പല ബ്രാൻഡ്സിലും ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ട്രാൻസ് ഫാറ്റ് എന്നുള്ള പേരിന് പകരം അവർ പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ എഡിബിൾ വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ ആയിരിക്കും പേരിടുന്നത്. ട്രാൻസ് ഫാറ്റ് 0 എന്ന് കാണുന്നത് സേഫാണ്. രണ്ടാമത്തെ പ്രശ്നം ഇതിൽ ആഡ് ചെയ്യുന്ന ഷുഗേഴ്സാണ്. നമ്മളുടെ ബോഡിക്ക് ആവശ്യത്തിലും കൂടുതൽ ഷുഗർ ആഡ് ചെയ്യുന്നതാണ് പീനട്ട് ബട്ടറിനെ ടേസ്റ്റി ആക്കി മാറ്റുന്നതും. കുട്ടികൾക്ക് പീനട്ട് ബട്ടർ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു പ്രധാന കാരണം ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഷുഗറാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ എല്ലാ ദിവസവും പീനട്ട് ബട്ടർ കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പീനട്ട് ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ബോഡി വെയിറ്റ് ചിലപ്പം നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഷുഗറിനും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഡയറക്റ്റ് എഴുതുന്നതിന് പകരം അവർ ചിലപ്പോൾ കാരമലിനോ അല്ലെങ്കിൽ മാൽട്ടോസെന്നോ ഹണിന്നോ ഇങ്ങനത്തെ പല രൂപത്തിലായിരിക്കും ഷുഗർ ചിലപ്പം ആഡ് ചെയ്യുന്നുണ്ടാവുക. പീനട്ട് ബട്ടറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള പ്രശ്നം അലർജിയാണ്. നട്ട്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് നിലക്കടല അല്ലെങ്കിൽ പീനട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ അലർജി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ്, അത് പീനട്ട് ആണെങ്കിലും പീനട്ട് ബട്ടർ ആണെങ്കിലും പിന്നീട് കഴിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന് പകരം മറ്റു തരത്തിലുള്ള നട്ട്സ് ട്രൈ ചെയ്യാം. മറ്റൊരു പ്രശ്നം ഇതിൽ അടങ്ങിയിരിക്കുന്ന കാലറീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 100 ഗ്രാമിൽ ഏകദേശം 600 കിലോ കാലറീസ് എനർജി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ചോറിൽ ഇതിൻ്റെ പകുതി മാത്രമേ കാലറീസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പീനട്ട് ബട്ടർ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന കാലറീസ്, പ്രത്യേകിച്ചും അതിൽ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലും കൂടുതൽ കാലറീസ് നിങ്ങളുടെ ശരീരത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനും ഒരു കാരണമായേക്കാം. പീനട്ട് ബട്ടറിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു തരത്തിലുള്ള നട്ട് ബട്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ആൽമണ്ട് ബട്ടർ, വാൽനട്ട് ബട്ടർ. അപ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള നട്ട് ബട്ടേഴ്സ് ഉപയോഗിക്കാം. ഞാൻ മുമ്പെയുള്ള വീഡിയോസിലൊക്കെ പറയുന്ന പോലെ എല്ലാ ദിവസവും ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പകരം വെറൈറ്റിയാണ് നല്ലത്. പീനട്ട് ബട്ടർ മോഡറേറ്റ് അളവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കാൻ പാടില്ലാത്തതും പ്രത്യേകിച്ചും കുട്ടികൾക്കും കൊടുക്കാൻ പാടില്ലാത്തതാണ് ന്യൂട്രല്ല പോലെയുള്ള സ്പ്രെഡ്സ്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി പീനട്ട് ബട്ടറിനെ കുറിച്ച് ഇനി എന്തൊക്കെയാണ് അറിയേണ്ടത്, ഞാൻ മറ്റു തരത്തിലുള്ള നട്ട് ബട്ടേഴ്സിനെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യണമെങ്കിൽ ഏത് തരത്തിലുള്ള നട്ട് ബട്ടറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത്, ഇതൊക്കെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കുട്ടികളുടെ ഭക്ഷണം ഹെൽത്തി ആകാൻ നിങ്ങൾ വിചാരിച്ചിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.